السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് തഖിയുദ്ദീൻ അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലാമിയ എന്ന കവിതാ സമാഹാരമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു കവിതാ സമാഹാരമാണ് ഇത്. അൽഹംദുലില്ലാ, ഒരുപാട് കാര്യങ്ങൾ ഏതാണ്ട് 6 വരികൾ എത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം കവിത ആരംഭിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കിയതാണ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മദ്ഹബ്, അദ്ദേഹത്തിന്റെ അഖീദ, അഥവാ എന്താണ് അദ്ദേഹത്തിന്റെ വിശ്വാസം, എന്താണ് അദ്ദേഹത്തിന്റെ അത് സ്വീകരിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗം, മാനദണ്ഡം, എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഈ കാര്യങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് മനോഹരമായി മറുപടി നൽകുകയാണ്. ആരാണോ ആത്മാർത്ഥമായി ചോദിക്കുന്നത് അയാൾക്ക് ഹുദ, സന്മാർഗം നൽകപ്പെടും. അതുകൊണ്ട് ഈ അഖീദ, വിശ്വാസം ശരിയായി പഠിച്ചു മനസ്സിലാക്കിയ ആളിൽ നിന്നും താങ്കൾ ഇത് സ്വീകരിച്ചു കൊള്ളുക. ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റുകയോ തിരുത്തുകയോ ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള അഖീദയാണ്, വിശ്വാസ കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് അദ്ദേഹം ആമുഖമായി പറഞ്ഞു. അതാണ് 1-2 വരികളുടെ അർത്ഥം. യാ സായിലി അൻ മദ്ഹബി വഅഖീദതി റുസിഖൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു اسمع كلام محقق في قوله لا ينثني عنه ولا يتبدل. ആ ആമുഖത്തിന് ശേഷം അദ്ദേഹം തുടരുന്നു, ഹുബ്ബു സ്വഹാബതി കുല്ലിഹിം ലി മദ്ഹബു. സ്വഹാബിമാർ, അവരോടെല്ലാവരോടുമുള്ള സ്നേഹം എന്റെ മദ്ഹബാണ്, എന്റെ നിലപാടാണ്, എന്റെ ആദർശമാണ്. വമവദ്ദത്തുൽ ഖുർബ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കൾ, അവിടുത്തെ ഭാര്യ, മക്കൾ, അങ്ങനെയുള്ള അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളോടുള്ള സ്നേഹവും ആത്മബന്ധവും എന്റെ നിലപാടാണ്. ബിഹാ അതവസ്സലു, ഈ സ്നേഹം കൊണ്ട്, ഈ ആത്മബന്ധം കൊണ്ട് അള്ളാഹുവിലേക്ക് ഞാൻ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അഥവാ ഒരു ഇബാദത്ത് എന്നോണം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് എന്ന് ചുരുക്കം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫളായിലുൻ, അവർക്ക് ഓരോരുത്തർക്കും, അഥവാ സ്വഹാബിമാർക്ക് ഓരോരുത്തർക്കും അവരുടേതായ ശ്രേഷ്ഠതകളും പദവികളുമുണ്ട്. എല്ലാവരും ഒരേ പദവിയിലല്ല, മറിച്ച് വ്യത്യസ്തങ്ങളായ പദവികൾ അവർക്ക് ഓരോരുത്തർക്കുമുണ്ട്. ലാകിന്നമ സുദ്ദീഖു മിൻഹും അഫ്ളലു, എന്നാൽ അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
സഹാബികളെ കുറിച്ച് അദ്ദേഹം ആദ്യമായി പറഞ്ഞു വെച്ചു. നമ്മൾ മുന്നേ മനസ്സിലാക്കിയതുപോലെ എന്തിനാണത് അദ്ദേഹം പറഞ്ഞത്? ഈ ദീൻ എന്നാൽ ആ ദീൻ കൈമാറി വന്നത് സഹാബികളുടെ അടുക്കൽ നിന്നാണ്. അവരാണ് ആദ്യം ഈ വഹ്യ് കേട്ടത്, അവരാണത് ഗ്രഹിച്ചത്, അവരാണത് മനസ്സിലാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും നിങ്ങൾ എത്തിക്കണം. മാത്രമല്ല അല്ലാഹു തആല അവരെ തെരഞ്ഞെടുത്തതാണ് ഈ ഉമ്മത്തിനു വേണ്ടി. അവരാണ് ഈ ദീൻ കൈമാറി നമുക്ക് നൽകിയിട്ടുള്ളത്, പിൽക്കാലക്കാർക്ക് നൽകിയിട്ടുള്ളത്. യാതൊരു വളവുമില്ലാതെ വക്രതയുമില്ലാതെ ഈ അഖീദ, ഈ മൻഹജ്, ഈ നിലപാട്, അഹ്ലുസുന്നത്തിന്റെ ആശയ ആദർശം അത് തനതായ രൂപത്തിൽ അള്ളാഹു എപ്രകാരം ഇറക്കിയോ അതേപോലെ അടുത്ത തലമുറക്ക് താബിഈങ്ങൾക്ക് കൈമാറിയവർ അവരാണ്. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിശ്വാസം ശരിയാവണം, അവരെക്കുറിച്ചുള്ള നിലപാട് ശരിയാവണം. അതിൽ പിഴച്ചുപോയ ഒരുപാട് കക്ഷികളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടുപോയാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്വഹാബികളെക്കുറിച്ചുള്ള വിശ്വാസം ശരിയായാൽ, അവരോടുള്ള സ്നേഹം കൃത്യമായാൽ, അവരോടുള്ള ആത്മബന്ധം ശരിയായാൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ശേഷം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തുടങ്ങിയിട്ടുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്ത്, നാമഗുണ വിശേഷണങ്ങളെ കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. കാരണം ആദ്യം ഇസ്ലാമിൽ വലിയ പിഴവുകൾ സംഭവിച്ചുകൊണ്ട് വ്യതിചലിച്ചു പോയ കക്ഷികൾക്ക് സംഭവിച്ചത്, അതിന്റെ അടിസ്ഥാനം പരിശോധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ എല്ലാം ആണ്. അതുകൊണ്ട് സ്വഹാബികൾക്ക് ശേഷം ഈ ദീൻ വന്ന ആ മാർഗം പറഞ്ഞതിന് ശേഷം പിന്നെ അസ്മാ വ സിഫാത്ത് അഥവാ അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. വഅഖൂലു ഫിൽ ഖുർആനി മാ ജാഅത് ബിഹി ആയാതുഹു ഫഹുവൽ കരീമുൽ മുൻസലു. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിൽ ആദ്യമായി അദ്ദേഹം ആരംഭിച്ചത് ഈ പ്രമാണമാകുന്ന, ഈ ദീനിന്റെ വഹ്യാകുന്ന പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ എന്നത് വഅഖൂലു, ഞാൻ പറയുന്നു, ഫിൽ ഖുർആനി, ഖുർആനിന്റെ കാര്യത്തിൽ, മാ ജാഅത് ബിഹി ആയാതുഹു, അതിലെ ആയത്തുകളായി വന്നിട്ടുള്ള എല്ലാ ആയത്തുകളെക്കുറിച്ചും ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഫഹുവൽ കരീമുൽ മുൻസലു, അനുഗ്രഹീതമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ അവന്റെ കലാമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആനിനെ കുറിച്ച് എന്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു സംസാരിക്കും അവൻ ഉദ്ദേശിച്ചതുപോലെ, ഉദ്ദേശിച്ച സമയത്ത്, ഉദ്ദേശിച്ചവരോട്. അള്ളാഹുവിന് അൽ കലാം എന്ന സിഫത്തുണ്ട്. അള്ളാഹുവിന്റെ സംസാരമാണ് അവന്റെ വഹി, പരിശുദ്ധ ഖുർആൻ, അവന്റെ വേദഗ്രന്ഥം. അത് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. കാരണം നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഉത്തമ തലമുറയിൽ ജീവിച്ച ആളുകളിലാണ് ഇതിനെതിരായ വിശ്വാസം കടന്നു വന്നത്. എന്താണ് ഖൽഖുൽ ഖുർആൻ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല, സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ വലിയ ചരിത്രം കഴിഞ്ഞ ദർസിൽ അതിന്റെ ചുരുക്കം സൂചിപ്പിച്ചിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും അതിന്റെ പേരിലായിരുന്നു. അപ്പൊ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അതിന് നേർ വിപരീതമായി അള്ളാഹുവിന് സംസാരമില്ല എന്ന് പിഴച്ച കക്ഷികൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവർ പരിശുദ്ധ ഖുർആനിനെ അള്ളാഹുവിന്റെ കലാമായിട്ട് വിശ്വസിച്ചില്ല. അത് വലിയ അപകടത്തിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും
ആറാമത്തെ വരി അതാണ് നമ്മൾ അവസാനം പറഞ്ഞു വച്ചത്. വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു. വഅഖൂലു, ഞാൻ പറയുന്നു, അഥവാ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം ഇതാണ്. എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറയുന്നത്? ഖാല അല്ലാഹു ജല്ല ജലാലുഹു, അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞു തന്നത്, എന്താണോ അറിയിച്ചു തന്നത്, അതാണ് എന്റെ വിശ്വാസം. വൽ മുസ്തഫൽ ഹാദി, അതുപോലെ അല്ലാഹു തെരഞ്ഞെടുത്ത, അൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ അൽ മുഖ്താർ, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നാണ് അൽ മുസ്തഫ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകാൻ സൃഷ്ടികളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞുവോ അതാണ് ഞാൻ വിശ്വസിക്കുന്നത്, അതാണ് ഞാൻ പറയുന്നത്. അൽ ഹാദി, അവിടുന്ന് അൽ ഹാദിയാണ്. എന്താണ് അൽ ഹാദി എന്ന് പറഞ്ഞാൽ? ഹിദായത്തിലേക്ക് മാർഗദർശനം കാണിച്ചു തരുന്ന ആളാണ്. ഹിദായത്തിലേക്ക് മാർഗദർശനം കാണിച്ചു തരുന്ന ആളാണ്. അല്ലാഹു തആല അവിടുത്തെ അയച്ചത് ഹിദായത്ത് എന്താണ് എന്ന് വ്യക്തമാക്കി തരാനാണ്. എന്താണ് സന്മാർഗം, എങ്ങനെയാണ് സന്മാർഗത്തിലേക്ക് എത്തിച്ചേരുക, അത് പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞു. ഒന്ന് അൽ മുസ്തഫ, രണ്ടാമത്തേത് അൽ ഹാദി. അൽ മുസ്തഫ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അൽ ഹാദി സന്മാർഗം അറിയിച്ചു തരുന്ന, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തി. അഥവാ പറഞ്ഞതിന്റെ ചുരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അല്ലാഹുവിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് അല്ലാഹു പറഞ്ഞതും അവന്റെ പ്രവാചകൻ പറഞ്ഞതുമാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വിശ്വസിക്കാനുള്ളത്. എന്റെ വിശ്വാസം അതാണ്. വലാ അതഅവ്വലു, ഞാൻ അതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല. തൊട്ടു മുന്നേ പറഞ്ഞത് അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ചാണ്. ഏതാണ് സിഫത്ത്? കലാം, പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. അതിനെ തുടർന്നാണ് അദ്ദേഹം വീണ്ടും ആ വരി തുടരുന്നത്. അള്ളാഹു എന്തറിയിച്ചോ അള്ളാഹുവിനെ കുറിച്ച് അതാണ് നമുക്ക് വിശ്വസിക്കാനുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം എന്നത് ആര് നമ്മെ അറിയിക്കണം? അള്ളാഹു അറിയിക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കണം. എന്തുകൊണ്ടാണ്? 3 കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്നാമത്തേത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ആലമീൻ, അവന്റെ ദാത്ത് തീർത്തും ഗൈബിയായ ഒരു കാര്യമാണ്. അള്ളാഹുവിനെ നാം കാണുന്നില്ല, കണ്ടിട്ടില്ല, ദുനിയാവിൽ കാണുകയുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഗൈബിയായ ഒരു അവസ്ഥയിലാണ്. നമ്മൾ കാണാത്ത കാര്യമാണ്. എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. രണ്ടാമത്തേത്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവിനാണ്. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ആർക്കാണ്? അള്ളാഹുവിനാണ്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നന്നായി അള്ളാഹുവിനെ അറിയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് അവന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, ഇത് ഒന്നല്ലെങ്കിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകണം, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കണം. അതല്ലാതെ നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല. സാധിക്കുമോ? ഇല്ല. കാരണം അള്ളാഹുവിനെ നാം കണ്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു എന്തു പറഞ്ഞോ അവിടെ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അവിടെ നിൽക്കുക. റബ്ബിനെ കുറിച്ച് അറിയിക്കപ്പെട്ട കാര്യങ്ങളിൽ
അതാണ് അദ്ദേഹം പറഞ്ഞത്. വഅഖൂലു അഥവാ അഅ്തഖിദു, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു എന്തു പറഞ്ഞോ അള്ളാഹുവിനെ കുറിച്ച്, അതാണ് എന്റെ വിശ്വാസം. അള്ളാഹു തെരഞ്ഞെടുത്ത സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ കടന്നു വന്ന അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അതാണ് എന്റെ വിശ്വാസം. വല അതഅവ്വലു, എന്റെ വക ഒരു വ്യാഖ്യാനമില്ല, എന്റെ വക ഒരു വ്യാഖ്യാനത്തിന് സ്ഥാനമില്ല, ഞാൻ വ്യാഖ്യാനിക്കുകയില്ല. ഉദാഹരണത്തിന് അല്ലാഹു തആല അവനെ കുറിച്ച് ഒരുപാട് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വരിയിൽ നമുക്കത് കൂടുതൽ കാണാം. ഇനി അങ്ങോട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണമായി അള്ളാഹു പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. റഹ്മാനായ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മീതെ ഇസ്തിവാ ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വാഹയിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇസ്തിവാഇനെ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അത് ഇസ്തൗല എന്നാണ് ചില ആളുകൾ അതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ മുകളിലായി എന്നാണ്. അള്ളാഹു അവന്റെ അർശിന് മീതെയായി എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ സൃഷ്ടികളുടെയും മുകളിലാണ്. അള്ളാഹു അവന്റെ ദാത്ത് കൊണ്ട്, അവന്റെ അസ്തിത്വം കൊണ്ട്, അവന്റെ നാമങ്ങൾ കൊണ്ട്, അവന്റെ വിശേഷണങ്ങൾ കൊണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹു അത്യുന്നതനാണ്. അതുകൊണ്ടാണ് നമ്മൾ സുജൂദിൽ കിടന്നുകൊണ്ട് എന്തു പറയുന്നത്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? ആ അർത്ഥത്തിലാണ് സുബ്ഹാന റബ്ബിയൽ അഅല, അത്യുന്നതനായ എന്റെ റബ്ബിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. നമ്മളെവിടെയാണുള്ളത്? നമ്മുടെ മുഖം ഭൂമിയിലാണ്. നമ്മൾ പറയുന്നു അത്യുന്നതനായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ഏറ്റവും മുകളിലാണ്, എല്ലാറ്റിനും മീതെയാണ്. അള്ളാഹു അറിയിച്ചു അവൻ അർശിന് മീതെയായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു അർശിന് മീതെയായി. അതിനെ പിഴച്ച കക്ഷികൾ ദുർവ്യാഖ്യാനിച്ചു. ഇസ്തൗല എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഇസ്തൗല എന്ന് പറഞ്ഞാൽ? ഇസ്തൗല എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം കീഴടക്കി എന്നാണ്. ഇസ്തൗല എന്ന് പറഞ്ഞാൽ കീഴടക്കി എന്നാണ്, പിടിച്ചടക്കി എന്നാണ്. എന്നിട്ട് അതിന് അറബിയിൽ ചില കവിതകളും അവർ പാടും. ഇപ്പൊ എല്ലാറ്റിനും അങ്ങനെയാണല്ലോ, എല്ലാറ്റിനും ഏതെങ്കിലും 4 വരി പാട്ട് പാടിയാൽ മതിയാകും. എന്നിട്ട് ആരോ പാടിയ പാട്ടും പാടും. ഖദിസ്തവ ബിശ്റുൻ അലൽ ഇറാഖി, ബിശ്ർ എന്ന ഭരണാധികാരി ഇറാഖിന് മേൽ ഭരണം പിടിച്ചു. അവിടെ ആ കവിതയിൽ ഖദിസ്തവ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഇസ്തവയാണ് ഈ ഇസ്തവ എന്ന് വ്യാഖ്യാനിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ ശാരിയാക്കളും അതുപോലെയുള്ള പിഴച്ച കക്ഷികളെല്ലാം ഈ പണിയെടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു വ്യാഖ്യാനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ല. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാ എന്നത് മഅലൂമുൻ, അറിയപ്പെട്ടതാണ്. എങ്ങനെ അറിയപ്പെട്ടു? ഖുർആനിൽ അള്ളാഹു ഒന്നിലധികം സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം എന്നത് നമുക്കറിയില്ല. അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത് എന്ന് നമുക്കറിയില്ല. അൽ ഈമാനു ബിഹി വാജിബുൻ, അതിനെക്കുറിച്ച് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതെങ്ങനെ ഏത് രൂപത്തിൽ എന്ന് ചോദിക്കൽ ബിദ്അത്താണ്. അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് ഒരാൾ കൈഫ ഇസ്തവ എന്ന് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത്? അതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ആ ചോദ്യം കേട്ടപാടെ തല താഴ്ത്തി നിന്നു എന്നാണ്. അദ്ദേഹം പേടിച്ചു വിറച്ചു, വിയർപ്പ് മുട്ടി എന്നാണ് മുഖത്ത് നിന്നു. കാരണം ഈ ചോദ്യം സ്വഹാബികളാരും ചോദിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ അവിടെ നിർത്തി. അള്ളാഹു ഇസ്തിവാ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതാണ് അൽ ഇസ്തവ എന്ന വാക്കിനെ നമ്മുടെ വക ഒരു വ്യാഖ്യാനം ഇല്ല. അത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി
വലാ അതഅവ്വലു, എന്റെ വക ഒരു വ്യാഖ്യാനമില്ല, ഞാൻ അതിനെ വ്യാഖ്യാനിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ താബിഈങ്ങളിൽപ്പെട്ട ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, നദൂറു മഅൽ കിതാബി വസ്സുന്നതി ഹൈസു ദാറ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൂടെ നമ്മൾ സഞ്ചരിക്കും. ഖുർആനും സുന്നത്തും എങ്ങനെയാണോ, അള്ളാഹു എങ്ങനെ പറഞ്ഞോ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞോ, അങ്ങനെ നമ്മൾ മുന്നോട്ടു പോകും. അതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നസിഫുല്ലാഹ ബിമാ വസഫ ബിഹി നഫ്സുഹു. അള്ളാഹുവിനെ നാം അള്ളാഹു എങ്ങനെയാണ് അവനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അതുപോലെ വിശേഷിപ്പിക്കും. അള്ളാഹു ഇസ്തിവ എന്ന് പറഞ്ഞാൽ അതെ, നമ്മളും അങ്ങനെ തന്നെ പറയും. പിന്നെ നമുക്ക് അതിന് അർത്ഥം മാറ്റാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റൂല? ഒന്ന്, അള്ളാഹുവിനെ നാം കണ്ടിട്ടില്ല. രണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. മൂന്ന്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് അവന്റെ സൃഷ്ടികളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസം. ഇമാം അഹ്മദ് അദ്ദേഹം പറയുന്നു, നസിഫുല്ലാഹ ബിമാ വസഫ ബിഹി നഫ്സുഹു വബിമാ വസഫ ബിഹി റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു പറഞ്ഞു തന്നോ അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കും. ലാ നതജാവസുൽ ഖുർആന വൽ ഹദീസ. ഖുർആനിനെയും ഹദീസിനെയും നാം മറികടക്കുകയില്ല. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. പിന്നെ നമ്മുടെ ബുദ്ധിയിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് അത് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ അതിങ്ങനെയല്ലേ അതങ്ങനെയല്ലേ എന്ന് പറയാൻ നമുക്ക് പാടുള്ളതല്ല. മുഅ്മിനീങ്ങളുടെ വാക്കെന്താണ്? സമിഅന വ അതഅന. സമിഅന വ അതഅന. ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണോ അതാണ് നമ്മുടെ നിലപാട്. അദ്ദേഹം പറയുകയാണ്, വല അതഅവ്വലു, അഥവാ ഞാൻ ദുർവ്യാഖ്യാനിക്കുകയില്ല, എന്റെ വക വ്യാഖ്യാനിക്കുകയില്ല. വാക്കിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി അതിന്റെ അർത്ഥം മാറ്റുകയില്ല. ഇതൊക്കെ അതിന് അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ ചിലത് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അഥവാ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഖുർആനിലും സുന്നത്തിലും വന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മൾ കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്, നാമങ്ങളും വിശേഷണങ്ങളും. ഉദാഹരണത്തിന് അള്ളാഹു എന്ന നാമം, അതിലൊരു വിശേഷണമുണ്ട്. എന്താണ് വിശേഷണം? അൽ ഇലാഹ്. അൽ ഇലാഹ്, ആരാധനക്കർഹതയുള്ളവൻ. അർ റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ നാമമാണ്. അതിലടങ്ങിയ വിശേഷണം ഏതാ? അർ റഹ്മത്ത്, കാരുണ്യം. അൽ അലീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതിലെ വിശേഷണം ഏതാണ്? അൽ ഇൽം, അറിവ്. അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു. അതിലെ വിശേഷണം ഏതാണ്? അസ്സംഅ്, കേൾവി. അൽ ബസീർ, അള്ളാഹുവിന്റെ നാമമാണ്. അതിലെ വിശേഷണം ഏതാണ്? അൽ ബസർ, കാഴ്ച. അള്ളാഹു കാണും. ഇങ്ങനെ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ. തീർച്ചയായും അള്ളാഹു തആലക്ക് 99 അഥവാ 101 കുറവ് നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരാണോ അതിനെ ഇഹ്സാ ചെയ്യുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ മനഃപ്പാഠമാക്കുക, കാണാതെ പഠിക്കുക, അതിന്റെ അർത്ഥം ആശയം പഠിക്കുക, ആ നാമങ്ങൾ മുഖേന അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. യാ അല്ലാഹ്, യാ റഹ്മാൻ. തൗബ ചെയ്യുകയാണോ? യാ ഗഫൂർ, യാ ഗഫാർ. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ മുഖേന അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അതുപോലെ ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹു അസ്സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ അത് നന്നാക്കുക.
ഇങ്ങനെ ഒരാൾ ഇഹ്സാ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഹദീസുകളിൽ വന്നത് പ്രകാരം അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമല്ല, അതിലധികവുമുണ്ട്. നമുക്കറിയിച്ചു തരാത്ത നാമങ്ങളും അള്ളാഹുവിനുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകളിൽ ആ പരാമർശം വന്നിട്ടുണ്ട്. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്. ഒരാൾക്ക് പ്രയാസമുണ്ടായാൽ, ദുഃഖമുണ്ടായാൽ, ചിന്താകുലതയുണ്ടായാൽ, വിഷാദമുണ്ടായാൽ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖളാഉക് എന്ന് തുടങ്ങി സുദീർഘമായ ഒരു പ്രാർത്ഥന. അതിൽ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞു. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, അടിമയുടെ മകനാണ്, നിന്റെ അടിയാത്തിയുടെ മകനാണ്, എന്റെ മൂർധാവ് നിന്റെ കരങ്ങളിലാണ്, നീ എന്റെ കാര്യത്തിൽ തീരുമാനിച്ചതെല്ലാം നീതിപൂർണമാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹുവേ, നിന്റെ മുഴുവൻ നാമങ്ങൾ മുഖേന ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് അല്ലാഹു അവന്റെ അടിമകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ എന്ന് പറഞ്ഞു. അല്ലാഹു അവന്റെ കിതാബിൽ അവതരിപ്പിച്ച നാമങ്ങൾ എന്ന് പറഞ്ഞു. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കാണാം. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്. അല്ലാഹുവേ, നീ ഒരാൾക്കും പറഞ്ഞു കൊടുക്കാതെ നിന്റെ അദൃശ്യജ്ഞാനത്തിൽ മറച്ചുവെച്ച നിന്റെ നാമങ്ങൾ മുഖേനയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ടാണ് അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി എന്നിങ്ങനെയുള്ള സുദീർഘമായ പ്രാർത്ഥനയിൽ നമുക്കത് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമല്ല, അതിലധികവും ഉണ്ട്. അല്ലാഹു അക്ബർ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ വിശേഷണങ്ങളുണ്ട് എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അല്ലാഹു തആല അറിയിച്ച പല കാര്യങ്ങളും കാണാം. ഉദാഹരണത്തിന് അല്ലാഹു അവന് യദുണ്ട് എന്ന് പറഞ്ഞു, കരങ്ങളുണ്ട്. അല്ലാഹുവിന് കരങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് അതിനുള്ള തെളിവ്? അല്ലാഹു പറഞ്ഞു, മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ. ഇബ്ലീസിനോട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇബ്ലീസ് മാറി നിന്നു. നമുക്കറിയാം, അവൻ വിസമ്മതിച്ചു, അഹങ്കരിച്ചു. അല്ലാഹു തആല അവനോട് ചോദിക്കുകയാണ്, ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്കെന്താണ് തടസ്സം? അതിൽ അല്ലാഹു പറഞ്ഞു, ലിമ ഖലഖതു ബിയദയ്യ, എന്റെ കരങ്ങൾ കൊണ്ട്. അല്ലാഹുവിന് കരങ്ങളുണ്ട്. വേറെയും ആയത്തുകളിൽ നമുക്ക് കാണാം, ബൽ യദാഹു മബ്സൂതതാനി. അല്ലാഹു അറിയിച്ചു, അല്ലാഹുവിന്റെ കരങ്ങൾ അതിവിശാലമാണ് എന്നിങ്ങനെ ഖുർആനിലും ഹദീസുകളിലും അല്ലാഹുവിന് യദുണ്ട്, കരങ്ങളുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ വിശ്വസിക്കണം. അത് അല്ലാഹുവിന്റെ സിഫത്താണ്. എന്താണ്? സിഫത്താണ്, വിശേഷണമാണ്. അതുപോലെ അല്ലാഹുവിന് വജ്ഹുണ്ട്. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമുഖത്തുള്ള എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക്, നിന്റെ റബ്ബിന്റെ മുഖം ഒഴികെ. അല്ലാഹു അവിടെ മുഖം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു, എല്ലാം നശിക്കും അല്ലാഹുവിന്റെ വജ്ഹ് ഒഴികെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അസ്അലുക ലസ്സതൻ നളരി ഇലാ വജ്ഹിക്. അല്ലാഹുവേ, നിന്റെ മുഖത്ത് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. സ്വർഗത്തിൽ അല്ലാഹുവിനെ അല്ലാഹു കാണിച്ചു നൽകും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം എന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന് വജ്ഹുണ്ട്. അതുപോലെ അല്ലാഹുവിന് ഐനുണ്ട്. അവന് കണ്ണുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, തജ്രീ ബി അയുനിനാ ജസാഅൻ ലിമൻ കാന കുഫിർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ
കപ്പലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തജ്രീ ബി അഅയുനിനാ, നമ്മുടെ നോട്ടത്തിൽ അത് സഞ്ചരിച്ചു. അള്ളാഹു പറഞ്ഞു വസ്നഇൽ ഫുൽക ബി അഅയുനിനാ വവഹീനാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്, നമ്മുടെ വഹീന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ നോട്ടത്തിലും, അഥവാ അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ നൂഹ് നബിയോട് അള്ളാഹു കപ്പൽ നിർമ്മിക്കാൻ പറയുകയാണ്. അള്ളാഹുവിന് ഐനുണ്ട്, കണ്ണുകളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. അതുപോലെ അള്ളാഹു പറഞ്ഞ മറ്റൊരു വിശേഷണമാണ് അസ്സാഖ്. സാഖ് എന്ന് പറഞ്ഞാൽ കണങ്കാൽ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ ഖലമിൽ പറഞ്ഞു യൗമ യുക്ശഫു അൻ സാഖിൻ, അന്നേ ദിവസം പരലോകത്ത് അള്ളാഹുവിന്റെ കണങ്കാൽ വെളിപ്പെടും. എന്നിട്ടോ വയുദഊന ഇല സുജൂദ്, സൃഷ്ടികളെ അവൻ സുജൂദ് ചെയ്യാൻ ക്ഷണിക്കും. ഫലാ യസ്തതിഊൻ, അന്ന് ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന് സാഖുണ്ട് എന്ന് ഖുർആനിൽ വ്യക്തമാണ്. അതുപോലെ അള്ളാഹുവിന് റിളയുണ്ട്, തൃപ്തിയുണ്ട്. അള്ളാഹു തൃപ്തിപ്പെടും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ തിരിച്ച് അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന് തൃപ്തിയുണ്ട്. അതുപോലെ അള്ളാഹുവിന് കലാമുണ്ട്. നമ്മൾ മുന്നേ കഴിഞ്ഞ കവിതയിൽ ആ വരിയിൽ മനസ്സിലാക്കി. വകല്ലമല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചു. അതുപോലെ അൽ ഉലു, അള്ളാഹു അത്യുന്നതനാണ്, ഏറ്റവും മുകളിലാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമം പ്രകീർത്തിക്കുക. അതുപോലെ അള്ളാഹു അൽ ഇസ്തിവാ ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇസ്തിവാ അഥവാ അർശിന്റെ മുകളിലായി. അതുപോലെ അള്ളാഹുവിന് ഗളബുണ്ട്, കോപം. വഗളിബ അല്ലാഹു അലൈഹിം, ഖുർആനിൽ കാണാം അള്ളാഹു അവരോട് കോപിച്ചു. അതുപോലെ അൽ അജബ്, ഹദീസിൽ കാണാം അള്ളാഹുവിന് അത്ഭുതം, അള്ളാഹു അത്ഭുതപ്പെട്ടു എന്ന് കാണാം. ആജിബ റബ്ബുന, നമ്മുടെ റബ്ബ് അത്ഭുതപ്പെട്ടു. അതുപോലെ അല്ലാഹിക്, അള്ളാഹു ചിരിച്ചു എന്ന് കാണാം. അതുപോലെ അള്ളാഹുവിന് അൽ ഫറഹ്, സന്തോഷം എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ നുസൂൽ, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇതൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. എന്താണ്? വിശേഷണങ്ങളാണ്. ഈ പറഞ്ഞ യദും വജുഹും ഐനും സാഖും ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്നാണ് പറയുക. സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളായിക്കൊണ്ടാണ് ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ശേഷം വന്ന ഈ ഉമ്മത്തിലെ ഇമാമിങ്ങളും പഠിപ്പിച്ചത്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇതൊക്കെ അള്ളാഹുവിന്റെ എന്താണ്? വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? വല അതഅവ്വലു, അവിടത്തേക്കാണ് നമ്മൾ തിരിച്ചു മടങ്ങേണ്ടത്. ഈ വിശേഷണങ്ങളെല്ലാം എന്ത് ചെയ്യണം? ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. ഇതെങ്ങനെയാണോ വന്നത് അങ്ങനെ നമ്മൾ സ്വീകരിക്കണം. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അടുത്ത വരി, 7ാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞു വജമീഉ ആയാതി സിഫാതി ഉമിറുഹാ ഹഖ്ഖൻ കമാ നഖല തിറാസുൽ അവ്വലു. നമ്മൾ ഒരുപാട് വിശേഷണങ്ങൾ ഇപ്പോൾ പറഞ്ഞു. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഒരുപാട് പറഞ്ഞു. ഏതാണ്ട് 13ഓളം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എണ്ണം പറഞ്ഞിട്ടില്ല, 13ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ യദും വജുഹും ഐനും സാഖും റിളയും കലാമും ഉലുവും ഇസ്തിവാഉം ഗളബും നുസൂലും അജബും ലഹിക്കും ഫറഹും ഒക്കെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളെല്ലാം വജമീഉ ആയാത്തു സിഫാതി ഉമിറുഹാ, എങ്ങനെയാണോ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്, എങ്ങനെയാണോ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്,
അതിനെ അങ്ങനെ തന്നെ നാം കൊണ്ടുപോകും. എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച് പറയുന്ന സൂറത്തുൽ അറാഫിലെ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, ലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദൻ. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് ആളുകൾക്ക് അഥവാ പണ്ഡിതന്മാർക്കിടയിൽ ആ കാലത്ത് അതല്ലെങ്കിൽ അതിന്റെ മുന്നേ അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിന്റെ മുന്നേ ഒരുപാട് സംസാരങ്ങൾ ആളുകൾക്കിടയിലുണ്ട്. ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ലൈസ ഹാദാ മൗദിഉ ബസ്തിഹ. അദ്ദേഹം പറയാണ്, ഈ ആയത്തിന്റെ തഫ്സീറിൽ അതൊക്കെ എടുത്തു കൊടുക്കുക എന്നുള്ളത് സാധിക്കുകയില്ല. വഇന്നമ, മറിച്ച് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? വഇന്നമ യുസ്ലകു ഫീ ഹാദൽ മഖാമി മദ്ഹബു സലഫി സ്സാലിഹി. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ നമുക്ക് പ്രവേശിക്കാനുള്ളത് സലഫു സാലിഹുകളുടെ മദ്ഹബിലാണ്. ആരാണ് സലഫു സാലിഹുകൾ? നല്ലവരായ മുൻഗാമികൾ. ആളുകൾ പലതും പറയട്ടെ, പല അഭിപ്രായങ്ങളും ഉണ്ടാവട്ടെ, നമുക്ക് സലഫു സാലിഹുകളുടെ നിലപാടാണ് ഉണ്ടാവേണ്ടത്. ആരാണ് സലഫു സാലിഹുകൾ? അദ്ദേഹം പേരുണ്ട് കാണാം, തഫ്സീറിൽ കാണാം. മാലിക്കുൻ, ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ്. വൽ ഔസാഇ, ഇമാം അൽ ഔസാഇ, അദ്ദേഹം തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. വസ്സൗരി, ആരാണ് സൗരി? സുഫിയാൻ അസ്സൗരി. വല്ലൈസ് ഇബ്നു സഅദ്. വശാഫിഈ, ആരാണ് ശാഫിഈ? മുഹമ്മദ് ഇദ്രീസ് അശ്ശാഫിഈ, ഇമാം ശാഫിഈ റഹിമഹുല്ലാ. വഅഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. വഇസ്ഹാഖ് ഇബ്നു റാഹവൈ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലത്ത് ജീവിച്ച വലിയ പണ്ഡിതനാണ്. വഗൈറുഹും മിൻ അഇമ്മത്തിൽ മുസ്ലിമീന ഖദീമൻ വഹദീസൻ. മുസ്ലിമീങ്ങളുടെ ഇമാമീങ്ങളായ പഴയകാലക്കാരാവട്ടെ പിൽക്കാലക്കാരാവട്ടെ ഇവരൊക്കെ പ്രവേശിച്ച നിലപാടാണ് ഈ വിഷയത്തിൽ നമുക്കുള്ളത്. എന്താണത്? വഹുവ ഇംറാറുഹാ കമാ ജാഅത്. എങ്ങനെയാണോ ഖുർആനിലും സുന്നത്തിലും വന്നത് അതുപോലെ അതിനെ കൊണ്ടുപോവുക. മിൻ ഗൈരി തകീഫിൻ, പ്രത്യേകം ശ്രദ്ധിക്കുക, മിൻ ഗൈരി തകീഫിൻ. അള്ളാഹുവിന്റെ ഒരു നാമം, ഒരു വിശേഷണം കേട്ടാൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിൻ ഗൈരി തകീഫിൻ. അതിനെ രൂപം പറയാൻ പാടില്ല, അതെങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. വലാ തശ്ബീഹിൻ, മറ്റൊരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹുവിന്റെ വജ്ഹ്, യദ് ഇതൊക്കെ കേൾക്കുമ്പോൾ സൃഷ്ടികളുടെ വജ്ഹും യദുമായി താരതമ്യം ചെയ്യാൻ പാടുള്ളതല്ല. വലാ തഅതീലിൻ, നിഷേധിക്കാനും പാടില്ല. അള്ളാഹുവിന്റെ നാമം വിശേഷണം ഖുർആനിൽ സുന്നത്തിൽ നമ്മൾ കേട്ടാൽ രൂപം പറയാൻ പാടില്ല, സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല, നിഷേധിക്കാനും പാടുള്ളതല്ല. അള്ളാഹുവിന്റെ യദ് എന്ന് കേട്ടാൽ അത് യദാണ്, അത് കൈ എന്ന് തന്നെയാണ് അർത്ഥം. അള്ളാഹുവിന്റെ ഐൻ എന്ന് കേട്ടാൽ അള്ളാഹുവിന്റെ കണ്ണ് എന്ന് തന്നെയാണ് അർത്ഥം. എന്താണോ വന്നത് അത് അങ്ങനെ തന്നെ നാം വിശ്വസിക്കണം, ഉൾക്കൊള്ളണം. അതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാട്. ആരൊക്കെയാണ് പണ്ഡിതന്മാരായിട്ട് എണ്ണിയത്? 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ അതിലുണ്ട് അല്ലെ. അതിൽ പ്രഗത്ഭരായ 3 പേരും വന്നിട്ടുണ്ട്. ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം ശാഫിഈ. അതുപോലെ വലിയ വലിയ പണ്ഡിതന്മാർ അവർ ഈ വിഷയത്തിൽ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അതാണ് വജമീഉ ആയാതി സിഫാതി ഉമിറുഹ. എങ്ങനെയാണോ ആയത്തുകൾ, സിഫാത്തുകളുടെ ആയത്തുകൾ വന്നത് അതങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകും. ഹഖൻ, ഹഖൻ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടതുപോലെ ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വന്നു എന്ന് ഉറപ്പ് കിട്ടിയാൽ, എന്ന് മനസ്സിലാക്കിയാൽ, കമാ നഖല തിറാസുൽ അവ്വലു, പൂർവികരായ പഴയകാലക്കാരായ
അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ അഥവാ സ്വഹാബികൾ മുതൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അവർ ഉദ്ധരിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് അത് സത്യപ്രകാരം ഹക്കായിക്കൊണ്ട് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ തന്നെ അതിനെ കൊണ്ടുപോകും. അതിനെ രൂപം പറയാനോ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താനോ നിഷേധിക്കാനോ ഒന്നും ഞങ്ങൾ നിൽക്കുകയില്ല. അതാണ് അദ്ദേഹം ആ കവിതയിൽ ആ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അസ്മാ വ സിഫാത്ത് നമ്മളിപ്പോൾ പറഞ്ഞ അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിജ്ഞാനം എന്നത് സഹോദരങ്ങളെ തുടക്കത്തിൽ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവാത്തത് പോലെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ചിലപ്പോൾ നമുക്ക് തലവേദന എടുക്കുന്ന പോലെ ഉണ്ടാവും, മനസ്സിലാവാത്തത് പോലെ ഉണ്ടാവും. എന്താണ് ഇപ്പൊ പറയുന്നത്? അള്ളാഹുവിന്റെ യദ്, സാഖ്, ഐന്, വജ്ഹ്, എന്നിട്ട് അതിനൊക്കെ പ്രത്യേക നിബന്ധനയും. അത് രൂപം പറയാൻ പാടില്ല, സാദൃശ്യപ്പെടുത്താൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ അടിസ്ഥാനമായ അഖീദയാണ്. ഈ വിഷയത്തിൽ പിഴച്ചുപോയ കക്ഷികളാണ് അൽ ജഹ്മിയ. ജഹ്മിയ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ജഹ്മു ഇബ്നു സഫ്വാൻ, അയാൾക്ക് അത് യഹൂദിയിൽ നിന്ന് കിട്ടിയതാണ്. അതിൽ നിന്നാണ് അള്ളാഹുവിന് കലാമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നത്. അള്ളാഹു സംസാരിക്കുകയില്ല എന്ന പിഴച്ച വിശ്വാസം കൊണ്ടുവന്ന ആളുകളാണവർ. മാത്രമല്ല അവർ അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളെ മുഴുവനും നിഷേധിച്ചവരാണ്. അതുപോലെ അൽ മുഅ്തസില എന്ന വിഭാഗമുണ്ട്. വാസിൽ ഇബ്നു അതാ എന്ന ആളാണ് അതിന്റെ നേതാവ്. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല എന്ന താബിഈയുടെ ദർസിൽ നിന്നും ആ ദർസ് ക്ലാസ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി. ഈ ഇഅ്തസല അതാണ്, അയാൾ ബഹിഷ്കരിച്ചു പുറത്തുപോയി. അങ്ങനെയാണ് അയാൾക്ക് മുഅ്തസിലി എന്ന് പേര് വന്നത്. അപ്പൊ അയാളുടെ പിൻഗാമികളെ പിന്നെ മുഅ്തസിലിയാക്കൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അഥവാ മുഅ്തസിലികളുടെ പ്രശ്നം എന്താണ്? ഖുർആനും സുന്നത്തും അവരുടെ ചീഞ്ഞ ബുദ്ധിയിലിട്ടിട്ട് കറക്കും. അവരുടെ ബുദ്ധിക്ക് യോജിക്കുമോ എന്ന് നോക്കും. അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിൽ എടുക്കും, അല്ലാത്തതാണെങ്കിൽ ഇടും. ഒറ്റ തട്ടാണ്. അതിന്റെ കാറ്റ് തട്ടിയ പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. തൗഹീദിന്റെ പേരിൽ അറിയപ്പെടുന്ന പല ആളുകൾക്കും ഈ കാറ്റാണ് തട്ടിയിട്ടുള്ളത്. ഖുർആനിലെ ആയത്തുകൾ മാത്രം മതി എന്ന് പറയും, എന്നാൽ അതെടുക്കോ? അതുമില്ല. ഖുർആന് മാത്രമേ ഉള്ളൂ, ഹദീസ് ഇല്ല എന്ന് പറയും, പക്ഷേ ഖുർആനും എടുക്കുകയില്ല. ഖുർആൻ എടുക്കൂല. ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറയും, പക്ഷെ ഖുർആനും അവർ എടുക്കുകയില്ല. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ വഹീകളാണ്. വഹി എന്ന നിലക്ക് അത് രണ്ടും അള്ളാഹുവിന്റെ വഹിയാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളാണ് ഈ പറഞ്ഞതൊക്കെ. അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളൊക്കെ ഖുർആനിൽ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പക്ഷേ അതുവരെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തട്ടും. അതാണ് മുഅ്തസിലിയാക്കൾ. നമ്മുടെ നാട്ടിൽ അതിന് വളരെ നന്നായി സ്വാധീനമുണ്ട്. അതാണ് ഈ ഹദീസ് നിഷേധികൾ. ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ വന്നത് അതിന്റെ പൂർവികരായ വല്ലിപ്പാനെ നോക്കിയാൽ വാസിൽ ഇബ്നു അതാ ആയിരിക്കും. ഈ മുഅ്തസിലിയാണ് അവരുടെ നേതാവ്. പ്രമാണങ്ങൾക്ക് മുകളിൽ ബുദ്ധിയെ പ്രതിഷ്ഠിക്കുക, ഒരിക്കലും അങ്ങനെ നമ്മൾ ആയിത്തീരരുത്. മറിച്ച് ഖുർആനും സുന്നത്തുമാണ് പ്രമാണം. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഖുർആനും സുന്നത്തുമാണ് പ്രധാനം. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, വജമീഉ ആയാത്തി സിഫാത്തി ഉമിറുഹ. സിഫാത്തുകളുടെ വിശേഷണങ്ങളുടെ ആയത്തുകൾ എങ്ങനെ വന്നോ അതങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകും. ഹഖൻ കമാ നഖലത് തിറാസുൽ അവ്വലു. മുൻഗാമികൾ അഥവാ സഹാബികൾ മുതൽ ഇങ്ങോട്ട് ഈ പ്രമാണങ്ങൾ ആദ്യം കേട്ട ആളുകൾ എങ്ങനെയാണോ കൈമാറി നൽകിയത് അത് അതേപടി ദുർവ്യാഖ്യാനിക്കാതെ, അർത്ഥം മാറ്റാതെ, നിഷേധിക്കാതെ, രൂപം പറയാതെ, സാദൃശ്യപ്പെടുത്താതെ
ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണ്. സഹോദരങ്ങളെ, തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ ഇത് വളരെ എളുപ്പമുള്ള ഒരു ഇൽമാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ആരാണോ അള്ളാഹുവിനെ അവന്റെ നാമങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും പഠിച്ചു മനസ്സിലാക്കുന്നത്, അവന് അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കും. ഒരു സംശയവുമില്ല. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഏറ്റവും പരിപൂർണമായി മനസ്സിൽ നിറയാൻ നമ്മെ സഹായിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? നാമങ്ങളും വിശേഷണങ്ങളും ആരെക്കുറിച്ചാണ്? അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ യദും അള്ളാഹുവിന്റെ വജ്ഹും അള്ളാഹുവിന്റെ ഐനും അതുപോലെ അള്ളാഹുവിന്റെ ഈ പറഞ്ഞ നാമങ്ങളും ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് സഹോദരങ്ങളെ വളരെ എളുപ്പമുള്ള ഒരു ഇൽമാണ്. പക്ഷെ നമ്മൾ കേട്ട് പരിചയമില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നിയേക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പം നൽകും. പറഞ്ഞു വന്നത് മനസ്സിലായിട്ടുണ്ടാകും. വഅഖൂലു ഖാല അല്ലാഹു ജല്ല ജലാലുഹു വൽ മുസ്തഫൽ ഹാദി വലാ അതഅവ്വലു. ഈ രണ്ട് വരികളിൽ പ്രധാനമായി അദ്ദേഹം അടിസ്ഥാനമാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അള്ളാഹു അവനെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു, അള്ളാഹു അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു, അങ്ങനെ തന്നെ ഞാൻ പറയും, ഞാൻ വിശ്വസിക്കും. അതിൽ ഒരു വ്യാഖ്യാനവും എന്റെ വകയില്ല, ഞാൻ അതിനെ മാറ്റിമറിക്കുകയില്ല. വജമീഉ ആയാതി സിഫാതി ഉമിറുഹ. സിഫാത്തുകളുടെ ആയത്തുകൾ എല്ലാം ഒരൊറ്റ ആയത്ത് പോലും മാറ്റി നിർത്തൂല. എല്ലാ ആയത്തുകളും എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകും. ഹഖൻ കമാ നഖല തിറാസുൽ അവ്വലു. അത്തിറാസുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരാണ് അത്തിറാസുൽ അവ്വലു അഥവാ ആദ്യകാലക്കാർ, പൂർവികരായ ആളുകൾ. അവരെങ്ങനെയാണോ കൈമാറി നൽകിയത് അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും നാം കൊണ്ടുപോകും, നാം വിശ്വസിക്കും. അതിന് സഹോദരങ്ങളെ പണ്ഡിതന്മാർ തെളിവ് പിടിച്ച ഒരായത്ത് കൂടി സൂചിപ്പിക്കട്ടെ. സൂറത്തു ശൂറ അതിന്റെ 11-ാമത്തെ ആയത്ത് ഈ വിഷയത്തിന്റെ അടിസ്ഥാനമായി പണ്ഡിതന്മാർ പറഞ്ഞ ആയത്താണ്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് കേട്ടുവോ, ഖുർആനിലും സുന്നത്തിലും എന്ത് കേട്ടാലും ഈ ആയത്ത് കൊണ്ട് അതിനെ മനസ്സിലാക്കിയാൽ മതി. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു പറഞ്ഞു, ലൈസ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ക എന്ന് പറഞ്ഞാൽ അറബിയിൽ പോലെ എന്നാണ് അർത്ഥം. മിസിൽ എന്ന് പറഞ്ഞാലും പോലെ, ഉദാഹരണം എന്നാണ് അർത്ഥം. ഷൈഉൻ, ഷൈഉൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു. അതായത് ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഇല്ല. അള്ളാഹുവിനെ പോലെ, അള്ളാഹുവിന് സമനായി അവന്റെ നാമങ്ങളിലോ വിശേഷണങ്ങളിലോ അവന്റെ ദാത്തിലോ ഒന്നിലും ഒരാളും അള്ളാഹുവിനെ പോലെ ഇല്ല. വഹുവ സമീഉൽ ബസീർ. അള്ളാഹു സമീആണ്, ബസീറാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഈ ആയത്ത് മനസ്സിലാക്കിയാൽ, ഈ ആയത്ത് പഠിച്ചാൽ മേലെ നമ്മൾ കേട്ട, ഇനി കേൾക്കാൻ പോകുന്ന ഖുർആനിലും സുന്നത്തിലും വന്ന സിഫാത്തുകളൊക്കെ നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് നമ്മൾ കേട്ടു. എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. വജ്ഹ് മുഖം എന്നാണ് അർത്ഥം. അതിനെ വേറെ ഏതെങ്കിലും മുഖത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമോ? എന്തുകൊണ്ട് പറ്റൂല? ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. നോക്കൂ, അള്ളാഹു ആ ആയത്തിൽ വഹുവ സമീഉൽ ബസീർ എന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാം കേൾക്കും, എല്ലാം കാണും. ഇതേ കാര്യം അള്ളാഹു മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി
ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, മനുഷ്യന് അവനെക്കുറിച്ച് പറയപ്പെടാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 100 കൊല്ലം മുന്നേ നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചെങ്കിലും ഇവിടെ പറയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളാരും ഷൈഉൻ മദ്കൂറല്ല. നമ്മളൊന്നും ഇവിടെ പറയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കുറച്ച് ആളുകൾ വരും എന്ന് നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അങ്ങനെ ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യനെ നാം സൃഷ്ടിച്ചു എങ്ങനെ? തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും. ഫജഅൽനാഹു സമീഅൻ ബസീറ. എന്നിട്ട് നാം അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി. അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വഹുവ സമീഉൽ ബസീർ. മനുഷ്യനെ കുറിച്ചോ? ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനും കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കണം? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധിയില്ല, അള്ളാഹുവിന്റെ കാഴ്ചക്ക് പരിധിയില്ല. അവൻ ഖാലിഖാൻ. മനുഷ്യരോ? മനുഷ്യരുടെ കേൾവി എന്ന് പറഞ്ഞാൽ അതിന് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്. ആ സമഉം ബസറും ഖാലിഖിന്റെ സമഉം ബസറുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് യോജിച്ചതായിരിക്കും അവന്റെ സമഉം ബസറും. സൃഷ്ടികളുടേതോ? സൃഷ്ടികൾക്ക് യോജിച്ചതുപോലെ ആയിരിക്കും. പണ്ഡിതന്മാർ ധാരാളം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമഅ് ബസർ, കണ്ണ് കാത് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കാത് പോലെയാണോ മറ്റുള്ള ഏതെങ്കിലും മൃഗങ്ങളുടെ കാത്? അല്ല. മൃഗങ്ങളിൽ തന്നെ ആനന്റെ കാത് പോലെയാണോ, ചെവി പോലെയാണോ നമ്മളത്? അല്ല. ഇങ്ങനെ സൃഷ്ടികളിൽ തന്നെ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. സൃഷ്ടികളിൽ തന്നെ പേരൊന്നാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്, രൂപം. സൃഷ്ടികളുടെ അവസ്ഥ ഇതാണെങ്കിൽ സ്രഷ്ടാവിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ നാം കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അറിയിച്ചു തരണം, എന്നാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരണം. അള്ളാഹുവിന് കേൾവിയുണ്ട്, അള്ളാഹുവിന് കാഴ്ചയുണ്ട്. അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. അള്ളാഹുവിന്റെ വജ്ഹ് അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. അള്ളാഹുവിന്റെ മറ്റുള്ള എല്ലാ വിശേഷണങ്ങളും അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. ഒരു സൃഷ്ടിയോടും അതിനെ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പാടുള്ളതല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാല. നിങ്ങൾ അള്ളാഹുവിന് ഉപമ പറയരുത്, ഉദാഹരണം പറയരുത്. മനസ്സിലായോ? ഇതാണ് അസ്മാ വ സിഫാത്തിൽ, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാട്. വളരെ നിസാരമാണ്, ചെറുതാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ സാധിക്കുക എന്നത് വലിയ തൗഫീഖാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ ചിന്തകൾ കടന്നു വന്നാലും അള്ളാഹു അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ റബ്ബിനെ കുറിച്ച് ഈ പറഞ്ഞ കോലത്തിൽ തോന്നിയാലും അങ്ങനെ ഒന്നുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങൾ മുൻഗാമികൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, സഹാബത്ത് റളിയല്ലാഹു അൻഹും, അതുപോലെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഈ ഉമ്മത്തിലെ നല്ലവരായ ഇമാമിങ്ങൾ, അവർ പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുക, അത് അങ്ങനെ തന്നെ കൊണ്ടുപോവുക എന്നും ഉള്ളതാണ് സലഫു സാലിഹുകളുടെ മദ്ഹബ്, നിലപാട്. ബിദ്അത്തിന്റെ, പിഴച്ചുപോയ ആളുകളുടെ രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ പോവാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ ജഹ്മിയ, മുഅ്തസില, അശ്അരിയ. നമ്മുടെ നാട്ടിലെ അശ്അരിയാക്കൾ, നമ്മുടെ നാട്ടിലെ വിശ്വാസ കാര്യങ്ങൾ അശ്അരി ത്വരീഖത്തും ഫിഖ്ഹിൽ ശാഫിഈ മദ്ഹബും എന്ന് പറയുന്ന ആളുകളുണ്ട്. അശ്അരി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ, അശ്അരി മദ്ഹബ് അഖീദയിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിലൊക്കെ അവർക്ക് പിഴച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിലൊക്കെ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുഴുവൻ
നാമങ്ങളും സിഫാത്തുകളും അവർ അംഗീകരിക്കുകയില്ല. ചിലത് വകവെച്ചു കൊടുക്കും, ചിലത് പറ്റൂല എന്ന് പറയും, അതിന് ദുർവ്യാഖ്യാനിക്കും. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ യദ് എന്നതിനെ, യദ് എന്ന് പറഞ്ഞാൽ കരം, കൈ എന്ന് പറഞ്ഞാൽ അത് ശക്തിയാണ് അതിന്റെ അർത്ഥം എന്ന് പറയും. അള്ളാഹു ഇറങ്ങും എന്ന് പറയുന്നതിന് പകരം അവർ പറയും അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഇറങ്ങുന്നത്. അള്ളാഹു മുകളിലാണ് ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ല, പല ആളുകളും പറയാറുള്ളത് അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നാണ്. നഊദു ബില്ലാഹ്. അതിൽപ്പെട്ടതാണ് സൂഫികൾ. ഈ സൂഫിസം അതിന്റെ ആളുകൾ പറയാറുള്ളത് എന്താണ്? തൂണിലും തുരുമ്പിലും അള്ളാഹു ഉണ്ട് എന്നാണ്. അദ്വൈത വാദം പറഞ്ഞു പറഞ്ഞെന്താകും? പറഞ്ഞു ഈ തസവ്വുഫ് സൂഫിസം തലയിൽ കയറിയ ആളുകൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലും ആദ്യം. പിന്നെ അയാൾക്ക് തന്നെ തോന്നും, കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അടിമയും ഉടമയും, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ. പിന്നെ സുബ്ഹാനല്ലാഹ് മാറ്റി സുബ്ഹാനീ, ഞാനത്ര പരിശുദ്ധൻ എന്നാണ് ചില പിഴച്ച സൂഫികൾ ചൊല്ലാറുണ്ടായിരുന്നത് എന്നാണ്. കാണുന്നതൊക്കെ അവർക്ക് ഇലാഹാണ്. അറിയില്ല, കേട്ടില്ല. നഊദു ബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. ഇത്തരം പിഴച്ച വാദങ്ങൾ കടന്നു വന്നത് സഹോദരങ്ങളെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ അസ്മാ വ സിഫാത്തിൽ പിഴവ് പറ്റിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? എങ്ങനെ വന്നോ അതങ്ങനെ തന്നെ സ്വീകരിച്ചാൽ മതി. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് അൽഹംദുലില്ലാഹ്, നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അത് കേൾക്കാൻ, വിശ്വസിക്കാൻ. അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഇതുപോലെ മജ്ലിസിലിരുന്ന് കേൾക്കുന്നതിനിടയിലാണ് വാസിൽ ഇബ്നു അതാ എന്ന മുഅ്തസിലി ഇറങ്ങിപ്പോയത്. അയാൾക്ക് പിടിച്ചിട്ടില്ല അള്ളാഹു ഇസ്തിവാ ചെയ്തു എന്നത്. അള്ളാഹുവിന്റെ നോക്കൂ, താബിഈങ്ങളുടെ മജ്ലിസിലിരുന്ന് ഇൽമ് കേൾക്കുമ്പോൾ ചീഞ്ഞ ബുദ്ധി ഇങ്ങനെ കറങ്ങി. അപ്പൊ തോന്നി അത് പറ്റൂല, ഡും തട്ടി ഇറങ്ങിപ്പോയി. എന്തായി? പിൽക്കാലത്ത് വലിയ ബിദ്അത്തുകൾക്ക്, പിഴച്ച ആശയങ്ങൾക്ക് രൂപം നൽകുകയുണ്ടായി. അത് വന്നത് നോക്കൂ നിങ്ങൾ. എങ്ങനെയാണോ വന്നത് അതങ്ങനെ തന്നെ സ്വീകരിച്ചാൽ യാതൊരു പ്രയാസവുമില്ല. കാരണം അള്ളാഹു ഖാലിഖാൻ, അള്ളാഹു അക്ബർ, അള്ളാഹു എല്ലാറ്റിനേക്കാളും വലിയവനാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ഈ അള്ളാഹു തന്ന ചെറിയ ബുദ്ധിയിൽ എന്ത് ചിന്തിച്ചെടുക്കാനാണ് സഹോദരങ്ങളെ? ചിന്തിച്ചു നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അള്ളാഹു 2, 3, 4 ചിറകുകൾ അവർക്ക് നൽകി. ജിബ്രീലിന് 600 ചിറകുകൾ നൽകി. എന്താണ് അവസ്ഥ? എങ്ങനെ അത് പറക്കും? 3 ചിറക് കൊണ്ട് എങ്ങനെ പറക്കും? 600 ചിറക് കൊണ്ട് എങ്ങനെ പറക്കും? ഇതൊക്കെ ചിന്തിച്ചെവിടേക്ക് എത്തുമോ? ഇല്ല. സമിഅന വ അതഅന. റൂഹുണ്ട് നമ്മുടെ ശരീരത്തിൽ. എന്താ തെളിവ്? റൂഹുണ്ട്. ആരെങ്കിലും കണ്ടോ? റൂഹ കണ്ടോ? എന്തെങ്കിലും റൂഹ ഇറങ്ങി വന്നിട്ട് ഞാൻ നിന്റെ റൂഹാണ് കേട്ടോ എന്ന് നമ്മളോട് പറഞ്ഞോ? ഇല്ല, എന്നോട്ട് പറയൂല. സമിഅന വ അതഅന, കേട്ടു, അനുസരിച്ചു. അതാണ് ഏറ്റവും നല്ലത്. നല്ല സലീമായ, കുറ്റമറ്റ, കേടുവരാത്ത ബുദ്ധിക്ക് അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇതിൽ തെറ്റിപ്പോയാൽ പിന്നീട് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഹക്കിന് ശേഷം ളലാലത്തല്ലാതെ മറ്റൊന്നുമില്ല, മറ്റെന്താണ് എന്ന് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അത്തരം പിഴവിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു എന്നെ നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് അസ്മാ വ സിഫാത്തുമായി ബന്ധപ്പെട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞ പ്രധാനപ്പെട്ട 2 വരികൾ. ഇനിയും ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട്. അത് നമ്മൾ നന്നായി മനസ്സിലാക്കുക. എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കേൾക്കുക. സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പിന്നീട് ചോദിച്ചാൽ മതി. സംശയം ഉണ്ടാക്കേണ്ടതില്ല, ഉണ്ടായാൽ മാത്രം ചോദിച്ചാൽ മതി. ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ആയത്തുകൾ നമ്മൾ പരിശോധിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. സമിഅന വ അതഅന വളരെ എളുപ്പമാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനാണ് ഏറ്റവും എളുപ്പം. കാരണം അള്ളാഹു അത് ഏറ്റവും ഭംഗിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, ഏറ്റവും വൃത്തിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിലൊരു വക്രതയുമില്ല, ഒരു വളവോ തിരിവോ ഒരു അവ്യക്തതയോ ഇല്ല.
അങ്ങനല്ല, ഇത് ഇങ്ങനല്ല. ഇല്ല, അങ്ങനെയില്ല. ഇപ്പുറം പറഞ്ഞതിനെതിരെ അപ്പുറമില്ല, വൈരുദ്ധ്യങ്ങളില്ല. അതുകൊണ്ട് ഇൽമിൽ ഏറ്റവും മനോഹരമായ അഷ്റഫുൽ ഇൽം, ഏറ്റവും ഉയർന്ന ഇൽം എന്നതുള്ള അള്ളാഹിനെ കുറിച്ച് പഠിക്കലാണ്. അതാണ് ഏറ്റവും സുപ്രധാനമായ വിജ്ഞാനം, ഏറ്റവും എളുപ്പം അതാണ്. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും അത് എളുപ്പമാക്കി നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ അഖീദയിലായിക്കൊണ്ട്, മൻഹജിലായിക്കൊണ്ട്, തൗഹീദിലും സുന്നത്തിലുമായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു തആല അഅലാ വഅലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.